പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നിങ്ങളുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. യാത്രാവേളകളിൽ ചുമലിൽ വലിയൊരു ഭാരം താങ്ങിയാണ് നമ്മുടെ നടത്തമെങ്കിൽ ഒരു ഇടവേളയിൽ ചുമലിൽ ഉള്ളത് എവിടെയെങ്കിലും ഇറക്കി വയ്ക്കുമ്പോഴാണല്ലോ ആശ്വാസം ലഭിക്കുക. അതുപോലെ നമ്മുടെ ഉള്ളിൽ ഉള്ളതൊക്കെ ഒന്ന് ഈശോയ്ക്ക് കൊടുക്കുവാനും ഇറക്കി വയ്ക്കുവാനുമുള്ള സമയമാണ് പ്രാർത്ഥനാ സമയം. ഇങ്ങനെ ഇറക്കി വയ്ക്കുവാൻ സമയമില്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ ആകുലത നമ്മളെയും രോഗികളാക്കും. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഈ തളർച്ച അനുഭവപ്പെടും. പ്രാർത്ഥന നിലച്ച കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെടും. ഈശോ നമുക്ക് തരാൻ ആഗ്രഹിക്കുക നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന സമാധാനമാണ്. ഈ സമാധാനം സ്വീകരിക്കുവാൻ ഉള്ള സമയം സ്വയം കണ്ടെത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. വിശുദ്ധ പാദ്രേ പിയോ പറയുന്നത് ഇങ്ങനെയാണ്: പ്രാർത്ഥിക്കുക, പ്രത്യാശിക്കുക, ആകുലപ്പെടേണ്ട. ആകുലത നിഷ്പ്രയോജനമാണ്. കർത്താവ് കരുണാമയനാണ്. അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന, നമ്മുടെ ചിന്തകളെ അതിലംഘിക്കുന്ന, വാക്കുകൾക്ക് അതീതമായ സമാധാനം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന കർത്താവ് ഇന്ന് നമ്മളോടും പറയുകയാണ്: നിന്റെ ഭാരം നീ എൻ്റെ കൈകളിൽ ഇറക്കി വയ്ക്കുക. നമുക്കും നമ്മുടെ ഭാരം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിൽ കർത്താവ് സമാധാനം നിറയ്ക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.